ടോം ആൻഡ് ജെറി 3 ഔട്ട് ഓഫ് 10. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഷോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിൽ കാര്യമായ കോൺവെർസേഷൻസ് ഒന്നും നടക്കാത്തത് കൊണ്ട് കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുപോലെ ഹിറ്റിംഗ്, ഫൈറ്റിംഗ് ഒക്കെ കണ്ടന്റിൽ വരുന്നത് കൊണ്ട് നന്നേ ചെറിയ കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ ഷോ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. 8 ഔട്ട് ഓഫ് 10. ഒരുപാട് മോറൽസ് കുട്ടികളെ പഠിപ്പിക്കുന്ന നല്ലൊരു സ്റ്റോറി ലൈൻ ഉള്ള ഷോ ആണിത്. എങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ചില പാർട്സ് എങ്കിലും കുട്ടികളിൽ വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 1 ഔട്ട് ഓഫ് 10. ചെറിയ കുട്ടികൾക്ക് ചേർന്ന കണ്ടന്റ് അല്ല ഈ ഷോയിലുള്ളത്. ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ഒരു വികൃതി കുട്ടിയായി കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ അത്തരം ബിഹേവിയേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റിനെയും ഈ ഷോ ഹെൽപ്പ് ചെയ്യുന്നില്ല. 8 ഔട്ട് ഓഫ് 10. ഇതിലുള്ള കാത്തു, പൂപ്പി തുടങ്ങിയ കഥകളൊക്കെ മലയാളത്തിലായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ചെറിയ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ കുട്ടികൾക്ക് ഫാമിലി ബോണ്ടിങ്, ഷെയറിംഗ് ഇങ്ങനെയുള്ള മാനേഴ്സ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ഈ ഷോ ഹെൽപ്പ് ചെയ്യുന്നു. -1 ഔട്ട് ഓഫ് 10. ഇത് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് യാതൊരു ഹെൽപ്പും ചെയ്യുന്നില്ല. ഇതിനു പുറമെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൂട്ടുന്നതിനും ഡിമാൻഡിങ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതിനും ഒക്കെ ഈ ഷോയിൽ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഷോ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്.